ഇനി നമുക്ക് ഈ പഞ്ചാരക്കൊല്ലിയിലെ കടുവയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കടുവ ചത്തു. നാട്ടിലാകെ കുറച്ച് ദിവസങ്ങളായി ഭീതി പടർത്തിയ പഞ്ചാരക്കൊല്ലിയിലെ ആളെക്കൊല്ലി കടുവയാണ് ചത്തത്. ഇന്ന് വെളുപ്പിന് 2:30 മണിക്കാണ് ഇതുണ്ടായത്. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ പെൺകടുവയെ ഇന്ന് രാവിലെ 2:30 മണിക്ക് ചത്ത നിലയിൽ നമ്മുടെ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. അവശനില കടുവ ഇന്നലെ രാത്രി മുതൽ ദൗത്യ സംഘം നിരീക്ഷിച്ച് വരികയായിരുന്നു. ഈ പരസ്പരം ആക്രമിച്ചതിൽ മുറിവേറ്റ് മരിച്ചതാകാം എന്നാണ് ഇപ്പോഴുള്ള നിരീക്ഷണം. ഈ ചത്ത കടുവയുടെ വിശദാംശങ്ങൾ ഡോക്ടർ അരുൺ സക്കറിയ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിരുന്നു. ഹോൾ ടീം ട്രാക്ക് ചെയ്തു. ദെൻ നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് രാത്രി ആയിട്ട് നടന്നില്ല. ദെൻ മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെത്തായിട്ട് കണ്ടു. നല്ല ഫൈറ്റ് വുണ്ടുണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്, വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ഇത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇല്ല. നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കുന്നത്. സുൽത്താൻ ബത്തേരിക്കടുത്ത കുപ്പാടിയിലാണ് ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. കടുവ ചത്തതിൽ വളരെ ആശ്വാസമുണ്ടെന്ന് കടുവയെ ആക്രമിച്ചു കൊന്ന രാധയുടെ കുടുംബം പറഞ്ഞു. സന്തോഷം ആയി. എന്തായാലും ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ കിട്ടിയതുകൊണ്ട്. നമുക്ക് ഇനി വേറെ ആർക്കും സംഭവിക്കില്ലല്ലോ, അതൊരു സമാധാനമുണ്ട്. കൊല്ലപ്പെട്ട രാധയുടെ ഹസ്ബൻഡ് ഭർത്താവ് അച്ചപ്പനാണ് ഇപ്പോൾ സംസാരിച്ചത്. കടുവ ഭീതി ഒഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലിയിലെ ഗ്രാമം. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. അവർക്കൊക്കെ കുറച്ച് ദിവസങ്ങളായി അവർക്ക് ഉറക്കമില്ലായിരുന്നു. കാര്യം ഏത് സമയവും ഈ അക്രമകാരിയായ കടുവ ചാടി വീഴുമോ എന്ന ഭയത്തിലായിരുന്നു അവരുടെ ഓരോ രാത്രിയും. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തിലാണ്, വളരെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് പണിക്ക് ജോലിക്ക് പോവാം, വയലിലാണ് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. വേറെ ഇല്ലാന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനും ഇതേപോലെ പ്രതിഷേധം കൊണ്ട് ഞങ്ങൾ കുടിപ്പിക്കും. ഇനി ഒരാൾക്കും അങ്ങനെ അങ്ങനത്തെ അനർത്ഥം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഞങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണല്ലേ. ഇനി ഇങ്ങനെ ഒരു അനർത്ഥം ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സന്തോഷം തന്നെയാണ്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഉറക്കം തന്നെ ഇല്ലായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നു. ആ പാവം ആ കുടുംബത്തിന് പോയി. ഇനിയിപ്പോൾ എന്താ പറയുക, സമാധാനത്തിൽ നമുക്ക് നമ്മളെ പഴയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. രാവിലെ എണീക്കുക, ഒരു സമാധാനത്തിൽ ഇനി പോവാം നമുക്ക്. ഇനി അത് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ എങ്ങനെ എല്ലാവരും അടുത്ത് നന്ദി പറയണമെന്ന് തന്നെ അറിയില്ല. ഇവിടെ വന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസുകാർക്കും അതുപോലെ തന്നെ ചാനലുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിയാണ് ഈ ഒരു അവസരത്തിൽ. വളരെയേറെ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പഞ്ചാരക്കൊല്ലിയിൽ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം അവിടെ തന്നെ തുടരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത്. ഇപ്പോഴും പഞ്ചാരക്കൊല്ലി വിട്ടിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം ഏത് സമയവും ഒരു അക്രമം പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്ന ജനങ്ങൾക്കാണ് ഈ കടുവ ചത്തു എന്നുള്ള വാർത്ത കിട്ടിയത്. വിവരങ്ങൾ SKN വലിയ ആശ്വാസം. രാധയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവ തന്നെ എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് നടത്തിയിരിക്കുന്നു. ആ കടുവ തന്നെയാണ് ചത്തിരിക്കുന്നത്. അതിന് വലിയ രീതിയിലുള്ള മുറിവുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നു കുപ്പാടിയിൽ വനംവകുപ്പ്. അതിൽ ആ പ്രാഥമിക വിവരം വലിയ മുറിവുണ്ട്. ആ മുറിവുണ്ടായിട്ടുള്ളത് അത് ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഇൻഫൈറ്റിൽ സംഭവിച്ചതാകാം, കോൺഫ്ലിക്റ്റിൽ സംഭവിച്ചതാകാം എന്നുള്ള വിലയിരുത്തലിലാണ്. അതായത് മറ്റൊരു കടുവ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതാകാം എന്നുള്ള കരുതലാണ്. അത്തരത്തിലുള്ള കരുതലിലാണ് ഇപ്പോൾ അനുമാനത്തിലാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള വെറ്റിനറി സംഘം നേതൃത്വം നൽകുന്ന ഒരു നടപടിയിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30 കടുവയെ അവശനിലയിൽ കണ്ടെത്തുകയും പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് ചത്തതായുള്ള സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ഇന്നലെ പോലും വലിയ പ്രതിഷേധം വനമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. മാത്രമല്ല വനംവകുപ്പിനെതിരെ പല ഘട്ടത്തിലും ഒരു പ്രതിഷേധ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഒരു സംശയം. മുഹമ്മദ് നൗഫൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ആൺകടുവ അവിടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത കടുവ എവിടെ പോയി എസ്കേ? അതാണ് അവരുടെ സംശയം. ഇപ്പോൾ പെൺകടുവയാണിതെന്ന് ഈ ചത്ത കടുവയെക്കുറിച്ച് വനംവകുപ്പുകാർ പറയുന്നു. അപ്പോൾ ഈ ഫൈറ്റ് ചെയ്ത ആൺകടുവ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് സംശയമുള്ള പ്രേക്ഷകരുണ്ട്. അവരോട് എന്താ സുർജിത്തിന് പറയാനുള്ളത്? SKN ഇത് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയോട് ചേർന്നുള്ള വനപ്രദേശമാണ്. അതായത് വനം അതിരിടുന്ന
മേഖലയിലാണ് ഈ സംഭവം. അവിടെ നിന്നാണ് കടുവ സ്വാഭാവികമായും ഇറങ്ങി വന്നിട്ടുണ്ടാവുക. അത് ഈ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവുക. കടുവയും പുലിയും ആനയും എല്ലാം അത്തരം കാട്ടുപോത്തും എല്ലാം തന്നെ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. കാരണം വനത്തോട് അതിരിടുന്ന പ്രദേശമാണ്. വനത്തിനകത്ത് വന്യമൃഗങ്ങൾ സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് അതിനുള്ള മറുപടിയും. കാരണം വനത്തിനകത്ത് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ സർവ്വസാധാരണമാണ്. അത് കടുവയായും പുലിയായും ആനയായും കാട്ടുപോത്തായും എല്ലാം അതിനകത്തുണ്ട്. അതിൽ ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഇൻഫൈറ്റ് നടക്കാറുണ്ട്, മറ്റ് കടുവകൾ തമ്മിൽ അടി നടക്കാറുണ്ട്. അതെല്ലാം തന്നെ അങ്ങനെ പരിക്കേറ്റും മറ്റും കടുവകൾ ഇങ്ങനെ നാട്ടിലിറങ്ങുന്നത് പതിവും ആയി ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് വയനാട് ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള പ്രദേശമാണ്. സ്വാഭാവികമായും വയനാട്ടിൽ ഇതിനകത്ത് ഇങ്ങനെ തന്നെ ഉള്ള സംഭവങ്ങൾ നേരത്തെയും തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇതൊരു മേറ്റിംഗ് പീരീഡ് കൂടിയാണ്. അതായത് ഈ ഇവർ തമ്മിൽ, അതായത് കടുവകൾ തമ്മിൽ ഇണചേരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു സാധ്യതയാണ്. നേരത്തെ വാഗേരിയിലും ഏതാണ്ട് ഈ ഡിസംബർ മുതൽ ഈ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾക്കിടയിൽ വാഗേരി മേഖലയിൽ മാത്രമല്ല വയനാടിൻ്റെ പല മേഖലയിലും കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായിരുന്നു. പ്രജീഷിനെ കൊലപ്പെടുത്തിയത് ഏതാണ്ട് ഒരു മാസം മുമ്പ്. ശരിക്കും കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ ആ മാസത്തോടു കൂടിയാണ് പ്രജീഷിനെ കൊലപ്പെടുത്തിയത്. എന്തായാലും ആ ഒരു പീരീഡ് അങ്ങനത്തെ ഒരു പീരീഡാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നു, ഇവിടെ അടിക്കാട് ധാരാളമുണ്ട്, അത് 20 മീറ്ററിലധികം അത് വെട്ടി കൃത്യമായ രീതിയിൽ മൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത തടയണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തേയിലത്തോട്ടത്തിനകത്ത് കാട്ടുപോത്തുകൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ കാണിച്ചിരുന്നു. ഇവർ നിരന്തരം കാണുന്നുണ്ട് ഇത്തരം വന്യമൃഗങ്ങളെ. പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ആളുകളെ സംബന്ധിച്ച് ആ ആശങ്ക എപ്പോഴും നിലവിലുണ്ട്. നേരത്തെ SKN ചോദിച്ച ആ യൂട്യൂബർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്. എന്തായാലും ഈ വനത്തിനകത്ത് വന്യമൃഗങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ നാടിറങ്ങുമ്പോഴാണ് അത് പ്രശ്നമുണ്ടാക്കുന്നത്. നാടിറങ്ങി ഇങ്ങനെ ആളുകളെ ആക്രമിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ആ പ്രശ്നത്തിന് വനം വകുപ്പ് ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്തണം. പല മാർഗ്ഗങ്ങളുമുണ്ട്. ഫെൻസിംഗ് അടക്കമുള്ളവ കാര്യക്ഷമമാക്കണം, കിടങ്ങടക്കം തീർക്കണം. അങ്ങനെ കാടും നാടും വേർതിരിക്കുന്ന രീതിയിലുള്ള ആ നടപടിയിലേക്ക് കടക്കണം. അല്ലാത്ത പക്ഷം ഇത്തരം കോൺഫ്ലിക്റ്റുകൾ അത് കൂടിക്കൂടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നാട്ടുകാരെ സംബന്ധിച്ച് എല്ലാം തന്നെ വലിയ ആശ്വാസകരമായ ഒരു അവസ്ഥയുണ്ട്. ഇവരൊക്കെ വലിയ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നത്. കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് നിരോധനാജ്ഞ നിലനിൽക്കുന്ന പശ്ചാത്തലം ഇതെല്ലാം തന്നെ ഉണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കടുവ ചത്തു എന്നുള്ളൊരു ആശ്വാസ വാർത്ത വരുന്നത്. അത് ഇനി എന്താണ് ഇത് ചാവാനുള്ള കാരണം? പരിക്കുണ്ട്. ആ പരിക്ക് എന്ന് പറയുന്നത് ടെറിട്ടറി ഇൻഫൈറ്റിൽ സംഭവിച്ചതായിരിക്കാം. അതായത് കടുവകൾ തമ്മിലടി കൂടി സംഭവിച്ചതായിരിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. ആ ആശ്വാസ വാർത്ത വന്നിരിക്കുന്നു, അത് കടുവ ചത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാക്കി വിശദാംശങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. SKN. ഓക്കെ സുർജിത്ത്, താങ്കൾ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ തുടരുക. വീണ്ടും ഞാൻ പഞ്ചാരക്കൊല്ലിയിലേക്ക് മടങ്ങി വരാം. കുറച്ച് ദിവസങ്ങളായി സുർജിത്ത് അയ്യപ്പത്ത് ഈ മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ തന്നെ ഉണ്ട്. ഈ വാർത്തകൾ എത്രയും വേഗം പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചില പ്രേക്ഷകർക്കൊക്കെ സംശയം, ഈ വനപാലകർ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ അക്രമത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയതിൽ ചത്തതാണെന്ന്. അങ്ങനെയൊന്നുമല്ല. 2.5 മണിക്ക് ശേഷം ഈ രാത്രി നേരങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം ഓപ്പറേഷൻ നടത്താറില്ല എന്ന് ഡോക്ടർ അരുൺ സക്കറിയ തന്നെ മാധ്യമപ്രവർത്തകരോട് ഇന്ന് പറഞ്ഞ കാര്യം ഓർമ്മിക്കുക.